ഇന്ദ്രിയങ്ങളുടെ പുസ്തകമാണിത്. സുഗന്ധങ്ങളുടെയും രുചികളുടെയും ലോകത്തേക്കാണ് ഈ പുസ്തകം വായനക്കാരനെ ക്ഷണിക്കുന്നത്. വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും വിപുലപ്പെടുത്താനും ശ്രമിക്കുന്നവർക്ക് ഈ അനുഭവങ്ങൾ പ്രചോദനമാകുമെന്നത് നിസ്തർക്കമാണ്. അസൂയാർഹമായ വിജയങ്ങൾ കൊയ്യുവാൻ പ്രയോഗിച്ച മികച്ച തന്ത്രങ്ങൾ മാത്രമല്ല, കനത്ത പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ജീവിതാനുഭവങ്ങളും ചേർന്നതാണ് ഈ രചന. സുഗന്ധ ജീവിതം എന്ന ഡോക്ടർ വിജു ജേക്കബിന്റെ ഈ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ ശശി തരൂരാണ്. മൂല്യവർദ്ധിത സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ സിന്തൈറ്റിന്റെ അമരക്കാരന്റെ പ്രചോദനാത്മകമായ ആ ജീവിതകഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കടയിരിക്കുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലോകമെമ്പാടും പരന്നു കിടക്കുന്ന സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ സാമ്രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അമരക്കാരൻ ഡോക്ടർ വിജു ജേക്കബിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗ്രന്ഥകാരൻ തന്നെ ഒപ്പിട്ട് എനിക്ക് നേരിട്ട് തന്ന ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി. ആ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഡോക്ടർ വിജു ജേക്കബിൻ്റെ ഒരു കഥ എന്നതിലുപരി CV ജേക്കബ് എന്ന് പറയുന്ന അച്ഛൻ എന്ന കണ്ണാടിയിലൂടെ വിജു ജേക്കബിൻ്റെ ജീവിതം കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രമാത്രം സ്വാധീനിച്ച ഒരു പിതാവ്. എല്ലാ ദിവസവും വരുമ്പോൾ ആ ഒരു കോട്ട് വായിച്ചിട്ടാണല്ലോ വരുന്നത്. എന്തായിരുന്നു ആ സ്വാധീനം? എൻ്റെ പിതാവ് വളരെ സ്ട്രിക്റ്റായിരുന്നു. കാരണം സ്കൂളിലെ തൊട്ട് എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കി. കമ്പനിയിൽ ഞാൻ സ്വന്തമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം അത് പൂർണ്ണമായിട്ടും ഞാൻ പഠിച്ചിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഫാദറിന്. കാരണം എല്ലാം പഠിച്ചിട്ട് വേണം ചെയ്യാനെന്നുള്ളൊരു ഇതായിരുന്നു ഫസ്റ്റ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ആ ജേർണിയിൽ കൂടെ പോയപ്പോൾ പലപ്പോഴും നല്ല സ്വരത്തിലും ടഫായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊരു ജേണിയാണല്ലോ. കാരണം എപ്പോഴും ഇതാണ് എൻ്റെ ഫാദറിൻ്റെ മുറിയായിരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഒരു സന്തോഷത്തോടെ ഞാൻ പുറത്തോട്ട് പോയിട്ടില്ല. കാരണം ബിക്കോസ് പഠിപ്പിക്കലിന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്നിപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ ദിവസവും ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ ഓരോ ഓർമ്മകൾ വരും. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ ചാപ്റ്റർ വായിക്കുമ്പം ഒരുപാട് സങ്കടം തോന്നുന്ന റസ്കിൻ ബോണ്ടും ഞാനും. അപ്പോൾ റസ്കിൻ ബോണ്ടിന്റെ ജീവിതത്തിലെ പോലെ ആ 3.5 വയസ്സുള്ള കുഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിടുന്നു. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷമങ്ങൾ, ഒരു ഒറ്റപ്പെടൽ. അപ്പോൾ ആ ലോൺ ഫോക്സ് ഡാൻസിങ് എന്ന് പറയുന്നത് പോലെ ആ ജീവിതാനുഭവം എന്തായിരുന്നു? അത് 3.5 വയസ്സിൽ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി. സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലാക്കിയത്. സിസ്റ്റർ നൺസാണ് അവിടെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്.
എൻ്റെ സിസ്റ്റേഴ്സ് മൂത്ത 2 സിസ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിടില്ലായിരുന്നു. അവിടെ സിസ്റ്റർമാരുടെ ലണ്ടനിൽ കഴിഞ്ഞുകൂടി ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവിടെ പഠിച്ചു. പക്ഷേ ഈ കാലഘട്ടമൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അന്ന് എൻ്റെ പാരൻസിന് എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം ഞാൻ 3.5 വയസ്സിൽ സ്കൂളിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ നോക്കുമ്പം അവർക്ക് 3.5 വയസ്സും 4.5 വയസ്സും ആയിട്ടുള്ളൂ. അപ്പോൾ അവരെയൊക്കെ ആ കാലഘട്ടത്തിൽ ഞാൻ ഹോസ്റ്റലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് ആരുമില്ല. ഈ സിസ്റ്റർമാരോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. അതൊരു വലിയൊരു പ്രയാസം ഉള്ളൊരു ഘട്ടമായിരുന്നു അത്. ഈ താരസമീൻ പേയും കൂടെവിടെയൊക്കെ കാണുമ്പം ഈ 62 വയസ്സല്ലേ ഇപ്പോൾ 63 വയസ്സിലും കണ്ണീര് വരുമോ? തീർച്ചയായിട്ടും. ഈ കൊച്ചുമക്കളെ അപ്പോൾ കൊച്ചുമക്കളെയൊക്കെ ഹോസ്റ്റലിൽ വിടണോ വേണ്ടയോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഡിലമ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ എൻ്റെ മക്കളെ 2 പെൺമക്കളാണുള്ളത്. അവർ 2 പേരെയും ഞാൻ ഹോസ്റ്റലിൽ വിട്ടില്ല 10th സ്റ്റാൻഡേർഡ് വരെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ ബാംഗ്ലൂരും ഒക്കെ വിട്ട് പഠിപ്പിച്ചത്. ആ ഒറ്റയ്ക്കുള്ള ജീവിതം അത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെ പിന്നീട് പഠിപ്പിച്ചല്ലോ. നമ്മൾ തനിച്ചാണ് എന്ന ബോധ്യം വരുമ്പോൾ നമ്മോടൊപ്പം ആരുണ്ടാവണം എന്ന ഒരു പാഠം നമ്മൾ പഠിച്ചു. ഏത് രീതിയിൽ നമ്മൾ തന്നെ എക്യുപ്ഡ് ആവണം. അതേപോലെ തന്നെ ഏകാന്തതയെ ഓടി തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. പലരും ചിലപ്പോൾ ആ സമയത്ത് ലഹരിയിലേക്കൊക്കെ തിരിയുന്ന സമയമായിരിക്കും. സ്പോർട്സ് അതൊരു ലഹരിയാക്കി മാറ്റി. എൻ്റെ സ്പോർട്സാണ് ഞാൻ ലഹരിയാക്കി മാറ്റിയത്. കാരണം ഞാൻ നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. രാജഗിരി സ്കൂളിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ബാക്കി ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം ഓൾമോസ്റ്റ് എവറി ഗെയിം ഐ യൂസ് ടു പ്ലേ. ആൻഡ് ഐ വാസ് എ വെരി ഗുഡ് അത്ലറ്റ് ഓൾസോ. അപ്പോൾ ഈ പറയുന്ന കോലഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം, അവിടെ പണ്ട് വളരെ വളരെ പണ്ട് കുടിയേറി പാർത്ത ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ പിന്മുറക്കാരൻ പിന്നീട് ഒരു കോൺട്രാക്ടർ ആവുന്നു. പഞ്ചവത്സര പദ്ധതിയുടെയൊക്കെ കാലമാണ്. അപ്പം വികസന പദ്ധതികൾ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ രണ്ടായി തിരിച്ചു. ഒന്ന്, ഒരു വിഭാഗം എല്ലാവരും കോൺട്രാക്ടർ ആവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരും ജീവനക്കാരാകുന്ന അവസ്ഥ. പലപ്പോഴും നമുക്കറിയില്ല സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതെങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതം മാറ്റിമറിക്കുന്നത്. അപ്പം അന്നത്തെ ആ പഞ്ചവത്സര പദ്ധതി ആ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? ഞാൻ അതിനകത്ത് ഭാഗ്യവാനായിരുന്നു. കാരണം എനിക്ക് ആ കൺസ്ട്രക്ഷൻ്റെ സൈറ്റിലേക്ക് പോണ്ടി വന്നില്ല. അതിനേക്കാൾ മുമ്പ് ഫാദർ അത് നിർത്തി. 1970 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ അത് ചിലപ്പം ഞങ്ങളുടെ ഒരു ഭാഗ്യമായിരിക്കും. കാരണം ഒരു കോൺട്രാക്ടർ ആയിരുന്നെങ്കിൽ ഇന്ന് കോൺട്രാക്ടർമാർ പ്രയാസപ്പെടേണ്ട അവസ്ഥ എനിക്ക് വന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ, സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി പിതാവ് തന്നു കയ്യിൽ. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം എനിക്കറിയാം ഫാദർ ഈ കോൺട്രാക്ടറായിരുന്ന സമയത്ത് പ്രയാസപ്പെടുന്ന ഓരോ സിറ്റുവേഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും വർക്ക് സൈറ്റിൽ ഉള്ള ഇഷ്യൂസ്, അങ്ങനെ പല സംഗതികളായിട്ട് എന്നോട് പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത ഒരു ക്രഷിങ് യൂണിറ്റാണ്. ആ ക്രഷിങ് യൂണിറ്റിന് അന്ന് ഈ പെണ്ണുങ്ങൾ കല്ലടിച്ച് ഉണ്ടാക്കുന്ന മെറ്റലുമാണ് വിട്ടുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മോഡേണൈസ്ഡ് കോറി ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണ് കേരളത്തിൽ. അന്ന് ഓട്ടോമാറ്റിക് ക്രഷിങ് യൂണിറ്റ്, എല്ലാം ഓട്ടോമൈസേഷൻ ചെയ്തു. അതിനൊരു സമരം ഉണ്ടായി. ആ സമരത്തിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കോറി നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ഫാദർ സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടായി. അന്ന് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് കെമിക്കൽസ് എന്നായിരുന്നു പേര്. കാരണം ആദ്യം ഫാദർ 1970 ജപ്പാനിലൊരു എക്സ്പോയ്ക്ക് പോയപ്പോഴാണ് ഈ ഒരു സംഗതി മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് കെമിക്കൽസ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതാണ് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് കെമിക്കൽസ് എന്നായിരുന്നു ആദ്യത്തെ പേര്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫാദറിൻ്റെ ഒരു കസിൻ പറഞ്ഞു, ഇവിടെ ഇഷ്ടംപോലെ സ്പൈസസ് ഗ്രോ ചെയ്യുന്നൊരു കേരളമാണല്ലോ, എന്തുകൊണ്ടെന്നാൽ അത് ചെയ്തുകൂടാന്ന് ചോദിച്ചു. അങ്ങനെയാണ് സിന്തൈറ്റിൽ പിന്നെ CFTRAയുടെ ടെക്നോളജി ഉപയോഗിച്ചാണ് സിന്തൈറ്റ് ഇന്ന് സ്പൈസസിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അന്ന് 1970-കളിലാണ് അദ്ദേഹം ജപ്പാനിൽ പോയി ആ എക്സ്പോയിൽ നിന്ന് ഈ ആശയം ഉൾക്കൊണ്ടതെന്ന് ഓർക്കണം. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ബിസിനസ്സിൽ? എക്സിബിഷനിൽ പോകാൻ നേരത്താണ് ശരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നത്. കാരണം നമ്മളെക്കാളും നന്നായിട്ട് ഇൻ്റർനാഷണൽ, അല്ലെങ്കിൽ പറയും യൂറോപ്പിൽ നിന്നാണെങ്കിലും US-ലാണെങ്കിലും അവിടെയൊക്കെ ടെക്നോളജി ഉപയോഗിക്കുന്ന രീതികൾ അതൊക്കെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ അതിനൊന്നും മെനക്കെടാറില്ല. സ്വന്തം ബുദ്ധിയിൽ കാര്യങ്ങൾ നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ടെക്നോളജി ഈസ് എ മസ്റ്റ്. അപ്പോൾ ഈ കോൺവെൻറ്റിലെ ആ ഒരു ലൈഫ് കഴിഞ്ഞു, അതിനുശേഷം പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവിടെയും ഫാദർ വളരെ കണിശക്കാരനായിരുന്നു. പുറത്തൊന്നും വേണ്ട, എൻ്റെ കൺവെട്ടത്ത് കണ്ടാൽ മതി. മാത്രവുമല്ല, ഒരു റിമോട്ട് സെൻസർ പോലെ എവിടെ നിന്നും വിവരം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് കൊണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കാൻ. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ജീവിതം കളർഫുള്ളായി അല്ലേ? 10th കഴിഞ്ഞപ്പോൾ, അന്ന് 10th ആണ്. 10th കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീ ഡിഗ്രിക്ക് എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി.
അത് കഴിഞ്ഞിട്ട് മാർവിയാനസിലും അഡ്മിഷൻ കിട്ടി. അപ്പം ഫാദർ പറഞ്ഞു ഇനി ഞാൻ ബാംഗ്ലൂർ പോകണ്ട, ട്രിവാൻഡ്രത്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞത്. അപ്പം എനിക്ക് ഫാദർ അതിനുള്ള എല്ലാ കാര്യവും ചെയ്തു തന്നു. പിന്നെ ഡിഗ്രിക്ക് ഇവിടെ സെക്രട്ടറി ആർട്സ് കോളേജിലായിരുന്നു. അപ്പം അന്ന് ഞാനൊരു കണ്ടീഷൻ വെച്ചത്, എനിക്ക് കാറ് തന്നാലേ ഞാൻ തേവരയിൽ ഞാൻ പഠിക്കുകയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളി ആ കണ്ടീഷൻ പോലെ എനിക്ക് കാറ് തന്നു. കാരണം പുള്ളിക്ക് ഞാൻ അടുത്ത് വേണമെന്നൊരു എന്തോ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് നിറവേറ്റി കൊടുത്തു. എൻ്റെ ആഗ്രഹം എൻ്റെ ഫാദർ നിറവേറ്റി തന്നു. എൻ്റെ കാറായിരുന്നു എൻ്റെ ആഗ്രഹം, അത് ഫാദർ നിറവേറ്റി തന്നു. ഫിയറ്റ് കാറ്. അങ്ങനെ കോമേഴ്സ് BCom ഇവിടുന്ന് കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ 83 കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. 82 ജോയിൻ ചെയ്തു. 83 ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തു. ഈ സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുഹൃദയ കോളേജ്, ഹൃദയവുമായ ഒരു കണക്ഷൻ കൂടെയുള്ള കോളേജാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് മിനി. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. കണ്ടെത്തിയത് ഈ തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാര്യം, ഈ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ശരാശരി വിദ്യാർത്ഥിയാണ്. സ്പോർട്സിലൊക്കെ വളരെ മിടുക്കനാണ്, ഒരുപാട് മത്സരത്തിൽ കപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പഠനത്തിൽ ശരാശരിയാന്ന് പറഞ്ഞു. BComന് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരാളിനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഈ കണക്ക് കൂട്ടലും കിഴിക്കലും ഒക്കെ വളരെ വേഗത്തിലാകുന്നു. പ്രണയം ഒരാളെ ശരിക്കും സമർത്ഥനാക്കുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, ഇത് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ആ രജിസ്ട്രേഷൻ കൗണ്ടറിൽ വെച്ചാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് തന്നെ. അതായത് കോളേജിൽ വന്ന് നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന ആ പോയിന്റിൽ നമ്മൾ കാണുന്നത്, ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി, പുള്ളിക്കാരി എന്നെ നോക്കി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ. അപ്പം നമ്മളിതൊന്നും അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുന്നപ്പം ഞാൻ ഒറ്റ കാര്യം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ, എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയെ വേണം എൻ്റെ സഹധർമ്മിണിയായിട്ട്. അതെനിക്ക് വളരെ നിർബന്ധമായിരുന്നു. ദൈവം അതേപോലെ എനിക്ക് തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം പിന്നെ അങ്ങ് എളുപ്പമായിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാറിനെ എൻ്റെ മിനിയുടെ ഫാറിനെ അറിയാമായിരുന്നു. അപ്പം അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പം എത്രയും വേഗം അത് എനിക്ക് വളരെ സന്തോഷം. അതെനിക്ക് പഠിച്ച് വേഗം പാസ്സായി ഇറങ്ങി വന്നെന്ന്, അതാണ് സ്പീഡ് കൂട്ടിയത്. അപ്പോൾ മാമിൻ്റെ ആ ഒരു സാന്നിധ്യം കൂടുതൽ കോൺഫിഡൻസ് തന്നു, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തതയോടെ ചെയ്യാനുള്ള ഒരു ധൈര്യം തന്നു എനിക്ക് തോന്നുന്നു അന്ന് മുതൽ തന്നെ. തീർച്ചയായിട്ടും. 1985 സെപ്റ്റംബർ 8 വിവാഹം, അല്ലേ? അപ്പോൾ 85 സെപ്റ്റംബർ 7 മിനിമം ഒരു കല്യാണ ചെക്കനെ നമ്മൾ ഫ്രീ ആക്കേണ്ട ദിവസമാണ്. പക്ഷെ അന്ന് ഉരുകുന്ന ടാറിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ആ തീയും പുകയും ഒക്കെ കൊണ്ട് എന്നാൽ എല്ലാ ബന്ധുക്കളും പറഞ്ഞു ഒരു അവധി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇന്നും ജോലി ചെയ്തിട്ട്. മാത്രവുമല്ല കല്യാണം കഴിച്ചിട്ട് പറഞ്ഞു നാളെ രാവിലെ 7 മണിക്ക് ഓഫീസിൽ കാണണമെന്ന്. വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് അന്ന് ഫാദർ പറയുമ്പോൾ എനിക്കറിയാമായിരുന്നു, ഐ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം ഹെം. കാരണം അത് എക്സ്പെക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറിൻ്റെ കല്യാണം ഇതുപോലെ നടന്ന തലേദിവസം രാത്രി വർക്ക് സൈറ്റിൽ നിന്ന് വന്നു, പിറ്റേ ദിവസം കല്യാണം. അതായിരുന്നു പേര്. അത് എനിക്കും അതേപോലെ തന്നെ ആവണമെന്നായിരിക്കും പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നേക്കണത്. അപ്പോൾ രാത്രി അവിടെ റോട്ടാറി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു നീ സൈറ്റിൽ നിന്നിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വൈറ്റിങ് വന്നിച്ചാൽ മതി, വൈകിട്ടത്തെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ വന്നിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ കേട്ടു. അല്ലെങ്കിൽ എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞു രാവിലെ 7 മണിക്ക്, അന്ന് ഞങ്ങൾക്ക് 7 to 6 ആയിരുന്നു ഓഫീസ് ടൈം. 7 മണിക്ക് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അല്ല അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. നടൻ ശ്രീനിവാസൻ പലപ്പോഴും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, അച്ഛാ ഒരു നല്ല അച്ഛൻ എങ്ങനെയായിരിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ച അച്ഛനാണെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമുക്കൊരു കറക്ഷൻ. തീർച്ചയായിട്ടും. ഞാൻ ഒത്തിരി ഫാദറിനെ കോപ്പി ചെയ്തുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പിള്ളേരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ നോക്കിയപ്പോൾ അത് ശരിയല്ല. അത് കാരണം ഞാൻ അനുഭവിച്ചപ്പോൾ എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് സന്തോഷമുള്ള ലൈഫ് ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഈ പറയുന്നത് നമ്മൾ പറയാറുണ്ട് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്നുള്ളത് ജീവിതത്തിൽ പലപ്പോഴും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിതാവ് തന്നെ പലപ്പോഴും നല്ല വെള്ളത്തിൽ കൊണ്ടങ്ങ് ഇട്ടിട്ട് പറയുക, നീന്തിക്കോളാൻ പറയുന്ന ഒരു അവസ്ഥ. അതാണല്ലോ അന്ന് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഉണ്ടായത്. ഓസ്ട്രേലിയൻ ആക്സെന്റ് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ കുട്ടി, ജോസഫ് എന്ന് പറയുന്ന കുട്ടി, അന്ന് ജീവിതത്തിൽ വരുത്തിയ മാറ്റം. മാത്രമല്ല അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമുക്കും ഒരു മനോഭാവം വേണമല്ലോ. തീർച്ചയായിട്ടും. അന്ന് ഞാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഏജൻ്റ് ആവാൻ പോകുന്ന ആളെന്നെ ഒന്ന് പിക്ക് ചെയ്തു, ഡേവിഡ് എന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് പിക്ക് ചെയ്തപ്പം പുള്ളി ആദ്യം ഗുഡ് ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. നമ്മളിവിടെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹൗ ആർ യു എന്നല്ല ചോദിക്കുന്നത്, ഈ രണ്ടും അല്ല ചോദിച്ചു എന്നോട്. അപ്പോൾ അവിടുന്ന് തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി. പിന്നെ അവരുടെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലും പകുതി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പകുതി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം സ്ലാങ്ങിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞാൻ തിരിച്ച് ആ വീട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്, ഷാവി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് പിടികിട്ടുന്നില്ല, പല സ്ലാങ്ങുകളൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ മോന് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒരു
രാത്രിക്ക് ഒന്ന് കുറച്ച് നേരം സംസാരിക്കാൻ തരാം. പിന്നെ അവരുടെയൊക്കെയാണ് ബോൺ ആൻഡ് ബോട്ടം തയ്യാറാണല്ലോ. അപ്പോൾ ആ സ്ലാങ് പക്കയായിരിക്കും. ഞാൻ അവനെ വെച്ചുകൊണ്ട് ഒരു 11 മണി 12 മണി വരെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ ഇപ്പം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി എന്തൊക്കെയാണ് സ്ലാങ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഐ വാസ് ഗിയർഡ് അപ്പ് ടു ഫോർ ദ സ്ലാങ്. അന്ന് കുറേ ഏജന്റുമാരെ കണ്ടുമുട്ടി. പക്ഷേ ഒരാളെ മാത്രം സെലക്ട് ചെയ്യുന്നു. അത് ആ ആളിന് ഇന്ത്യയുമായി ഒരു ബന്ധം, അന്ന് വരെ ഒരു ബിസിനസ് ബന്ധമില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പേരെ കാണുമ്പം അന്ന് 15 കോടിയുടെ ബിസിനസ്സുമായിട്ട് അന്നത്തെ കാലത്ത് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത്രയും പേരെ കണ്ടതിൽ നിന്ന് ഇയാളെ ചൂസ് ചെയ്യാൻ എന്താ കാര്യം? കാരണം ഞാൻ അവരുടെ ഫെസിലിറ്റി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ട്രിപ്പിൽ മെൽബൺ, സിഡ്നി, പെർത്ത് എല്ലായിടത്തും ഞാൻ പോയി, ബ്രിസ്ബെയിൻ എല്ലായിടത്തും പോയി, പലരെയും കണ്ടു. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്ട്രെങ്ത് ഉള്ള കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ കമ്പനിയുടെ പേര് ബ്രോൺസൺ ജേക്കബ്സ് എന്നാണ്. ആ ജേക്കബ്സിന് എന്നെ കുറച്ചൊരു ആകർഷിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ബ്രോൺസൺ ജേക്കബ്സ് എന്ന കമ്പനിയായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് തന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് സിഡ്നിയിൽ ഇറങ്ങി അവരെ കണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല ചെയ്ത്, ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു. തിരിച്ചു ഇവിടെ നമുക്ക് ഫാറും വലിയ സന്തോഷമായിരുന്നു. കാരണം ഓസ്ട്രേലിയയിൽ നമുക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള ബിസിനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയായി. അതങ്ങനെ ആ ബിസിനസ് അവിടുന്ന് ഓസ്ട്രേലിയ become a very big business for us. ഈ സഹോദരി ഭർത്താവിൻ്റെ കമ്പനിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ. അങ്ങനെ വന്നപ്പോഴാണല്ലോ ഒരു പുതിയ തരം പെപ്പറിൻ്റെ ഒരു സംഗതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴും ഒരു പെപ്പർമാനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പെപ്പർമാൻ്റെ പേരെന്താ പറയാത്തത്? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഇത് ഞാൻ അവിടെ ചെയ്തതിപ്പം സിന്തൈറ്റിൻ്റെ ജോബ് വർക്കാണ് അവിടെ ചെയ്യുന്നത്. ചുമ്മാ ഡെസ്റ്റിലേഷൻ മാത്രം, അതിന് വലിയ ബുദ്ധിയും കഴിവൊന്നും വേണ്ട. അതിൻ്റെ വർക്കേഴ്സ് ഡിസ്ലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ വരുന്നത് എൻ്റെ ലൈഫ് സ്പോയിൽഡ് ആവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ പാർട്ട് ടൈം ഇവിടെയും പാർട്ട് ടൈം അവിടെയാണ്. അപ്പം ഞാനൊരു ദിവസം ഒരു പെപ്പറിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പറും പെപ്പറും ഡ്രൈനും ഒക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു ആ മീറ്റിങ്ങിന്. അപ്പോൾ അവരുടെയൊക്കെ ഫിഗേഴ്സ് നോക്കിയപ്പോൾ ഞാൻ വലിയ ഫിഗേഴ്സാണ്. അവർ ഏകദേശം ഒരു മോണോപ്പൊളി പോലെയാണ്. ഞങ്ങൾ ഒളിവേഴ്സിൽ മോണോപ്പൊളി പോലെ അവർ ഈ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പറിലും പെപ്പറും ഡ്രൈനിലും മോണോപ്പൊളി പോലെയാണ്. ഒരു കോട്ടയത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചുമ്മാ കോട്ടയം വരെ ഒരാളായിട്ട് കണക്ട് കിട്ടി. എനിക്ക് കോട്ടയത്ത് പോയി അയാളെ കണ്ടു. വൈകിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കുറേയൊക്കെ സംസാരിക്കുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി തരാം. അവിടുത്തെ ടെക്നിക്കൽ ആളാണ്. രാത്രി വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പിറ്റേ ദിവസം ഞാൻ ഒരു 1000 കിലോ പച്ച ഗ്രീൻ പെപ്പർ മേടിച്ച് ഹെർബലിൽ വെച്ചു. അന്ന് രാത്രി പുള്ളി വന്നു. പുള്ളി എനിക്ക് പ്രോസസ്സ് പറഞ്ഞു തന്നു. പ്രോസസ്സ് പറഞ്ഞതിനേക്കാളും മുമ്പ് തന്നെ ഞാനൊരു സാമ്പിള് ഞാൻ കമ്പനിയിലുണ്ടാക്കി. അപ്പോൾ സാമ്പിൾ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഇത് ഉണ്ടാക്കി തന്ന് പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് അനുഗ ഫെയർ എന്ന് പറഞ്ഞ ഫെയറിന് പോയി. അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി 500 കിലോ നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഞാൻ കൊണ്ടുപോയ സാമ്പിൾ എന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയ സാമ്പിൾ, ലാബിലുണ്ടാക്കിയ സാമ്പിളാണ്. ഇങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. 500 ഗ്രാം സാമ്പിൾ കൊണ്ട് പോയി എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓൾ ഓഫ് എ സഡൻ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇസ് എ പ്രൊഡക്റ്റ്? ഇറ്റ്സ് അവർ പ്രൊഡക്റ്റ്. വിതിൻ, അയാളുടെ പേര് ഓട്ടോ ബക്നർ എന്നാണ്. വിതിൻ 3 minutes ഈ സെൻഡ് ദ കോൺട്രാക്ട്. ഞാൻ 500 കിലോ വിറ്റു. അങ്ങനെയാണ് ആ സംഭവം തുടങ്ങുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഗ്രീൻ പെപ്പറും ഡ്രൈൻ CFCRയുടെ ടെക്നോളജി ഉണ്ട്. അവരെ വിളിച്ചൊരു 5000 രൂപയും കൊടുത്ത് ആ ടെക്നോളജിയും മേടിച്ചു. ഇന്ന് ആ സ്ഥാപനം നിലനിൽക്കുന്ന ഈ 2 മേജർ പ്രൊഡക്ട്സിലാണ്. പിന്നെ അവിടെ വേറെ പിന്നെ ഇവിടുത്തെ ജോബ് വർക്കും. ഇതാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പം നമ്മളൊക്കെ കാണുമ്പം ഇത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യം, പക്ഷേ ആ ബിസിനസ് സാമ്രാജ്യത്തിലേക്കുള്ള ഓരോ യാത്രയിലും പല പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ വളരെ നമുക്ക് ഒട്ടും പ്രവചിക്കപ്പെടാൻ ആകാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ പിതാവാണെങ്കിൽ തന്നെ ഈ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുമ്പം വലിയ ദുർഗന്ധം കാരണം ഛർദിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പരാജയങ്ങളിലൊക്കെ തളരാതെ 2 ക്വാളിറ്റീസ്, ഒന്ന് മനക്കരുത്ത്, അതേപോലെ തന്നെ നല്ല വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടില്ല. ഈ നാൾ വഴികളിൽ ഇതൊക്കെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ ഇവിടെ സിന്തൈറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു പോർട്ട്ഫോളിയോസ് ഉണ്ടായിരുന്നു. കുറച്ച് ഒലിവേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ടിഷ്യൂ കൾച്ചർ ഞങ്ങളുടെ ഒരു വലിയൊരു ബിസിനസ്സായിരുന്നു. ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ട്രാപ്സ് ഉണ്ടാക്കിയത്, വീനസ് ഫ്ലൈറ്റ് ട്രാപ്സൊക്കെ ഉണ്ടാക്കി. പിന്നെ അതും, പിന്നെ പോട്ട്പൂരി എന്ന് പറഞ്ഞ പെർഫ്യൂം ബാഗ്സ് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ കോയമ്പത്തൂരിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ എല്ലാം ഓൾറൗണ്ട് ഒരു ചാർജായിരുന്നു എനിക്ക് എല്ലാം ഉള്ളത്. അപ്പോൾ എല്ലാം പഠിക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ ഇതെല്ലാം പഠിച്ചുവെങ്കിലും നമുക്ക് ഇതിനകത്ത് എവിടെയാണ് ഏതാണെന്ന് ഞാൻ ഏറ്റെടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയും,
അതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ഓൾറൗണ്ട് ഒരു വിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കിട്ടി. എന്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് 1999 അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത്. അന്ന് ഞാൻ ബോർഡ് മീറ്റിങ്ങിൽ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബാക്കിയെല്ലാം അങ്ങ് വിട്ടിട്ട് ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 3 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 കോടിയുടെ ടേൺ ഓവർ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓൾ ഇന്ത്യൻ മാർക്കറ്റ്സിലെ എല്ലാ കസ്റ്റമേഴ്സും എൻ്റെ കസ്റ്റമേഴ്സാണ്. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത കസ്റ്റമേഴ്സാണ്. ഇന്ന് 1600 കോടിയാണ് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം. അപ്പം അത്രയും വലിയൊരു മാർക്കറ്റായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്. ആരും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല. അത് ഇൻ്റർനാഷണലിൽ അത്രയും തന്നെയുണ്ട് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇനിയും ഒരുപാട് സംരംഭകർക്കും കടന്നു വരാനുള്ള ഒരു സ്പേസ് തീർച്ചയായിട്ടും ഒത്തിരി സ്പേസ് ഉണ്ട്. കാരണം ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഗ്രോ ചെയ്യുന്നതാണ്. അതായത് ഒരു ഫ്ലേവർ, ടേസ്റ്റ് എല്ലാം ഏത് ലെവലിൽ എടുത്ത് നോക്കിക്കോ എല്ലാ ലെവലിലും ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. പിതാവിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഈ ജീവനക്കാരോടൊപ്പം ചാക്ക് വരെ ചുമ്മാൻ അദ്ദേഹം കൂടുമായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ നമ്മൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും എൻഗേജ് ചെയ്യുന്നത് ഹൈസ്കൂൾ കാലം മുതൽ ഒരു സ്കൂൾ ലാബ് കാണുന്ന കുട്ടിയെ പോലെ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ ഗ്രീൻ പേപ്പർ ഇവിടെ മുറ്റത്തിടും. മഴ വരാൻ നേരത്ത് ഞങ്ങളൊക്കെ കൂടിയാണ് അത് എടുത്ത് അകത്തിടുന്നത്. കാരണം വേറെ ആരും ഇല്ലല്ലോ. അതൊക്കെ വലിയ ലേണിംഗ് ആയിരുന്നു. കാരണം അത് ഇപ്പോഴുള്ള ജനറേഷനോട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ ചെയ്യുമെന്ന്. കാരണം അവർ പറയും, ആൾക്കാരെ 10 പേര് ബംഗാളികളെ വിളിച്ച് ചെയ്യാൻ പറയും. അതല്ല എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഒരു പൈലറ്റ് ആകാൻ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടിലറിയാതെ തന്നെ പോയി ചെറിയ ക്ലാസ്സുകളൊക്കെ അന്ന് തിരുവനന്തപുരത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിതാവ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൈലറ്റിൽ നിന്ന് കറങ്ങി ബിസിനസ് എന്നത് എപ്പോഴാണ് മനസ്സിൽ ഉറച്ചത്? ഫാദറിൻ്റെ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നത് കണ്ടിട്ടാണ് ഞാനത് ഉറച്ചത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കാരണം പലപ്പോഴും പ്രൈവറ്റ് ജെറ്റ്സിൽ ഫ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കോ പൈലറ്റിൻ്റെ അടുത്ത് പുറകിൽ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലിരിക്കാറുണ്ട്. അല്ല, ആഗ്രഹം ഒന്ന് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി മാത്രം. പക്ഷെ അത് അന്ന് ഞാൻ എന്നെ സംബന്ധിച്ചത് ഞാൻ തീർച്ചയായിട്ടും പൈലറ്റായിരുന്നേനെ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഫാദറിൻ്റെ ആ ശിക്ഷണത്തിൽ എനിക്ക് നിൽക്കാൻ സത്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ജേണി 3.5 വയസ്സ് തൊട്ടേ ഞാൻ ഫാദറിൻ്റെയും മദറിൻ്റെയും ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരെന്ത് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഇപ്പോൾ നമ്മൾ ഹോളിഡേയ്സിന് വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഹോളിഡേയ്സിന് വരുമ്പോൾ ഒരു 4 ട്യൂഷനും കാണും, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വരണം, ഫാക്ടറിയിൽ വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ക്ലിയറായിട്ട് ഫാദറിനെയും മദറിനെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു ചിന്താഗതി, ഒരു ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും തട്ടിക്കയറുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു അതോറിറ്റി, നമ്മൾക്ക് പവർ ഉണ്ട് എന്ന് എപ്പോഴും മറ്റുള്ളവർ കാണുന്ന ഒരാളാണ്. അതാണോ കുറച്ചുകൂടി അവരോട് അടുത്ത് നിന്ന് അവരുടെ കുടുംബങ്ങളിലെ സാഹചര്യം നോക്കി ഓരോരുത്തരും എങ്ങനെയാണ് ഓരോരുത്തരെയും അറിഞ്ഞു പോകുന്ന ഒരു ബോസ് എന്നുള്ളതാണോ അങ്ങ് സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അവരില്ലെങ്കിൽ നമ്മളില്ല. അവരെ നമ്മൾ സ്നേഹിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചാലേ നമുക്ക് ഈ ഓർഗനൈസേഷൻ, ഇപ്പം ഞാൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളാണ്, സ്ഥാപനമാണ് ഓർഗനൈസേഷൻ. സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി ഇതാണ് ഓർഗനൈസേഷൻ. അല്ലാതെ ഇത് ഒരാളുടേത് മാത്രമല്ല. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് സ്നേഹത്തിലേ പെരുമാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് വായിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ എഴുതി തന്ന ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനത്തിലുള്ള ഒരു കുറിപ്പ്. അതിൽ പറഞ്ഞേക്കുന്നത് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. പക്ഷേ നമുക്കെപ്പോഴും പലപ്പോഴും ഞാനടക്കമുള്ളവർക്ക് സമയം കൊല്ലിയായി വരുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ ഉപകരണമാണ്. നമ്മൾ ഒരു റീലിലൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സമയം മാനേജ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലോ അല്ലെങ്കിൽ ഞാൻ കമ്പനിയിൽ വരുന്ന കാര്യത്തിലോ ഞാൻ അപ്പോൾ 2-3 മണിക്കൂർ മാക്സിമം ഉറങ്ങാറുള്ളൂ. അതിൽക്കുള്ളൊന്നും ഉറങ്ങാറില്ല. അപ്പോൾ എപ്പോഴും ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇപ്പം ഞാൻ ചിന്തിക്കുന്ന കൂടുതലും ഇവിടുത്തെ 10,500 എംപ്ലോയീസ് ഉണ്ട്. ഇവർക്കൊരു ലൈഫ് എന്ന് പറയുന്നത് മേ ബി ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് മീ ഹു ഹാവ്സ് ടു സപ്പോർട്ട് ദിസ് 3,500 എംപ്ലോയീസ്. അതാണ് ഇപ്പോൾ എന്നെ പിടിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി. പണ്ടൊക്കെ ബിസിനസ്സായിരുന്നു ഇതായി. അങ്ങനെ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ 6,800 കോടിയാണ് 2028 ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് 3,600 ആണെങ്കിൽ 6,800 കോടി. അവിടെ എത്തിക്കണമെങ്കിൽ എനിക്ക് ഇവരുടെ സ്നേഹവും ഇവരുടെ ഞാനിപ്പോൾ പറയുന്ന ഒരു സ്ലോഗനുണ്ട്, ഡെയിലി ഇന്നോവേഷൻ. ആ ഡെയിലി ഇന്നോവേഷൻ നടക്കണമെങ്കിൽ എനിക്ക് ഇവർ വേണം. ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഞാൻ എല്ലാത്തിനും ടൈം കീപ്പ് ചെയ്യും. ഒരിടത്തും ഞാൻ ലേറ്റ് ആകത്തില്ല. എല്ലാ ഓഫീസിലാണെങ്കിൽ ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു കം.
ഫാദറും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഈ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫോർ എ ബിസിനസ് മാൻ, വെരി ഇമ്പോർട്ടൻറ്റ്. പല തലമുറകളായിട്ട് സ്വപ്നങ്ങൾ കണ്ട ഒരു കുടുംബമാണ്. ഇപ്പം തന്നെ അങ്ങൊരു സ്വപ്നം പങ്കുവച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ ഓരോ തലമുറയിലും ഓരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വപ്നത്തിൽ നിന്നും സത്യത്തിലേക്ക് ഒരു ദൂരമുണ്ടല്ലോ, ആ ദൂരം അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം എല്ലാവർക്കും സ്വപ്നം കാണാം. പക്ഷേ സ്വപ്നം, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത സിന്തായിട്ടിന് എന്താണ് പുതിയതായിട്ട് ചെയ്യാൻ സാധിക്കുക, ഞാൻ കുറേ നാളുകളായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. 4 days ബാക്ക് എന്നെ ഒരു കമ്പനിക്ക്, എന്നെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ, ഐ ഹാവ് എ കമ്പനി BASF, ദേ വുഡ് ലൈക്ക് ടു ജോയിൻ ഹാൻഡ്സ് വിത്ത് യു. ഇന്നലെ ഞാൻ അവരായിട്ട് Zoom കോൾ ഉണ്ടായിരുന്നു. ദേ ആർ റെഡി ടു ജോയിൻ വിത്ത് അസ്. ഇറ്റ്സ് ടോട്ടലി എ ഡിഫറെൻറ്റ് ടെക്നോളജി. ഇറ്റ്സ് എ ഫെർമെൻറ്റേഷൻ ടെക്നോളജി. ആ ഫെർമെൻറ്റേഷൻ ടെക്നോളജിയിലേക്ക് നമുക്ക് ഫെർമെൻറ്റേഷൻ ടെക്നോളജി ഉണ്ട്, പക്ഷെ നമുക്ക് അത് ഫുൾ ഗ്രോത്തിൽ ടോട്ടലിൽ പോകാൻ പറ്റുന്നില്ല. സോ ഒരു എക്സ്പീരിയൻസ്ഡ് കമ്പനിയാണ് BASF. അവർ നമ്മളിലേക്ക് വരുമ്പോൾ, ജോയിൻ വെഞ്ചറിൽ വരുമ്പോൾ നമുക്ക് ഗ്രോത്ത് വിൽ ബി എ ഡിഫറെൻറ്റ് പാറ്റേൺ ഓൾ ടുഗെദർ. ഇത്രയും നേരം നമ്മൾ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ നടക്കാനും ഓടാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്കിനി കുറേ നേരം ഈ വിശാലമായ പ്ലാന്റ് ഒക്കെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാം. തീർച്ചയായും. കാറുകളുടെ അതിവിശാലമായ ഒരു ശേഖരം ഇവിടെയുണ്ട്. അന്നത്തെ ആ ഫിയറ്റ് കാറിൽ തുടങ്ങി എനിക്ക് തോന്നുന്നു അവസാനം ഇങ്ങോട്ട് വന്ന ഇതിൽ ജോയിൻ ചെയ്ത വാഹനമായിരുന്നു അല്ലേ? അപ്പൊ കാറുകളിലോട് ഒരു ക്രേസ് ഉണ്ട്, പല ബ്രാൻഡഡ് പ്രോഡക്ട്സിനോടും ക്രേസ് ഉണ്ട്. ഇത് കുറച്ച് ഫ്രണ്ട്സിനെയും തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മമ്മൂക്ക, മറ്റേത് പൃഥ്വിരാജ് അല്ലേ? തീർച്ചയായിട്ടും. അതെന്താ ക്രേസിന്? ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് ഈ സ്മോൾ കാർസിനോട്, ഈ ടോയ് കാർസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഹോട്ട് വീൽസ് പോലത്തെ ചെറിയ സ്മോൾ കാർസ്. ഫിയറ്റ് കാർ എനിക്ക് കോളേജിൽ തന്നു. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫാദർ ഒരു കാർ മേടിച്ചു തന്നു. പിന്നെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എനിക്കൊരു മെർസിഡീസ് മേടിച്ചു തന്നു. അങ്ങനെയാണ് ഈ ഹൈ എൻഡ് കാർസിലേക്കുള്ള ഒരു ആഗ്രഹം തുടങ്ങിയത്. പിന്നെ ഫ്ലീറ്റ് ഓഫ് കാർസ് ഞാൻ തന്നെ മേടിക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് കാറുകളിൽ G-Wagon, GLS 600, മേബാക്ക് ഉണ്ട്, കാർണിവലുണ്ട്. ഇതുപോലെ കുറേ കാർസ് എൻ്റെ ലൈഫിലേക്ക് വന്നു. ഞാനിപ്പോൾ ഒരു 6 months കൂടുമ്പോൾ ഒരു കാറും മേടിക്കാനായിട്ട് എപ്പോഴും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. പുതിയതായിട്ട് ഇനി എല്ലാം എൻ്റെ ബർത്ത്ഡേക്ക് മിക്കപ്പോഴും കാറുകൾ വരുന്നത് March 21. അത് ഇപ്പോൾ അടുത്ത March 21 വരാൻ പോകുന്നത് റോൾസ് റോയ്സ് കലിനാനാണ്. അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. മമ്മൂക്ക ഒരു ക്ലോസ് ടു ഹാർട്ട് പേഴ്സൺ ആണല്ലോ. മമ്മൂക്കയുമായിട്ട് ചേർന്ന് കെയർ ആൻഡ് ഷെയർ എന്ന പേരിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. മമ്മൂക്കയുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? ഹി റെസ്പെക്ട്സ് മീ, ഐ റെസ്പെക്ട് ഹിം. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ ഷുഡ് സേ. കാരണം മമ്മൂക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ മമ്മൂക്ക് അത് റിസീവ് ചെയ്യും. മമ്മൂക്ക് ഞാൻ പറഞ്ഞാലും ഞാൻ റിസീവ് ചെയ്യും. പക്ഷേ മമ്മൂക്കയുടെ കാറിൻ്റെ ക്രേസ് ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കും. അപ്പോൾ എന്നോട് ഞാൻ G-Wagon മെർസിഡീസിന് എടുക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, മമ്മൂക്കയുടെ വണ്ടി ഒന്ന് തരാമെന്ന് ചോദിച്ചു. മമ്മൂക്ക ഇവിടെ ഷൂട്ടിന് വന്ന സമയത്ത് എനിക്ക് ഒരു സ്റ്റെപ്പ് ഡ്രൈവ് ചെയ്യാൻ തന്നു. അതൊക്കെ പുള്ളിയുടെ ഒരു പ്ലസ് പോയിൻറ്റ്സാണ്. കാരണം ബിക്കോസ് ബാക്കിയുള്ളവരും എൻജോയ് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് നല്ല പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള. ഇപ്പം ഞാൻ കെയർ ആൻഡ് ഷെയറിലാണെങ്കിലും അദ്ദേഹം വളരെ എനർജറ്റിക്കായിട്ടാണ് പല കാര്യങ്ങളും. കോസ്റ്റിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സർജറി, കൊച്ചു പിള്ളേരുടെ സർജറി, ഹാർട്ട് സർജറീസാണ് ചെയ്യുന്നത്. അതിനകത്തൊക്കെ പുള്ളി വളരെ ആക്റ്റീവാണ്. പിന്നെ ഡ്രഗ്സിനെതിരായിട്ടും പുള്ളി ഒരു ഇവൻ്റ് ഉണ്ടാക്കി. അങ്ങനെ ഹി ഈസ് എ വെരി ആക്റ്റീവ് പേഴ്സൺ ആൻഡ് ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹി ഗോട്ട് എ വെരി ഗുഡ് ക്വാളിറ്റി. ഇറ്റ്സ് എ ക്വാളിറ്റി പേഴ്സൺ. കടയിരിപ്പിലെ ഈ 17 ഏക്കറിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറഞ്ഞാൽ? ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ കംപ്ലീറ്റ് സ്പൈസസിൻ്റെ എക്സ്ട്രാക്ഷൻസ് മാത്രം. ജിഞ്ചർ, ടേമറിക്, നട്ട്മെഗ്, പെപ്പർ, മെയിനായിട്ടുള്ള എല്ലാ സ്പൈസസിൻ്റെയും പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. സപ്ലിമെൻറ്റ്സ് എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അശ്വഗന്ധ, കുർക്കുമിൻ, പിന്നെ ജിംനിമ ഡി, ഡയബറ്റിക്കിനുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഇതിൻ്റെ തന്നെ കൺട്രോൾഡാണ്. കാരണം ബാക്കിയുള്ള പ്രൊഡക്റ്റുകളാണ് പുറത്തെ കമ്പനികളിലേക്ക് പോയിരിക്കുന്നത്, ഞങ്ങളുടെ സബ്സിഡറീസിലേക്ക് പോയി ഇത് ചെയ്യുന്നത്. ഇത് റോ മെറ്റീരിയൽസും ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെ ഓയിലും അതിൻ്റെ ഒലിവറസിൻസ് എക്സ്ട്രാക്ഷൻ, അതായത് ഓയിലും റെസിനും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഒലിവറസിൻ എന്നുള്ള പേര് വരുന്നത്. ഇത് ഫുഡ് ഇൻഡസ്ട്രിക്ക് പോകുന്നതും ഓയിൽ പെർഫ്യൂമറി ഇൻഡസ്ട്രി, പല ഫ്ലേവേഴ്സിന് ഒക്കെ പോകുന്നതാണ് ഓയിൽ.
ഇത് പൈലറ്റ് പ്ലാന്റാണ്. ഈ പൈലറ്റ് പ്ലാന്റിൽ വന്ന റോ മെറ്റീരിയൽ വന്ന പുതിയ റോ മെറ്റീരിയൽ ആണെങ്കിലും പുതിയ സപ്ലയർ ആണെങ്കിലും ഈ പ്ലാന്റിൽ വന്ന എല്ലാം കഴിഞ്ഞിട്ട് അപ്രൂവൽ വന്നിട്ട് മാത്രമേ നമ്മൾ വലിയ പ്ലാന്റിലേക്ക് പോവുള്ളൂ. ഇതിൻ്റെ പ്രൊഡക്ട്സ് വലിയ ബാച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇത് കിട്ടിയിട്ട് ഇത് QC പോയി QCയുടെ അപ്രൂവൽ വരണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. രണ്ട് പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. ഒന്ന് ഓർഗാനം, ഒന്ന് ക്യുമിൻ. ഇതെല്ലാം സോൾവെൻറ്റ് എക്സ്ട്രാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ സ്പെസിഫിക് കസ്റ്റമേഴ്സിന് പോകുന്ന പ്രൊഡക്റ്റുകൾ. അപ്പം ഒട്ടും കണ്ടാമിനേറ്റഡ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് 3 എണ്ണം അവിടുന്ന് 3 എണ്ണം അങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്ലാന്റിലെല്ലാം ക്ലോ ആണ്, പിന്നെ ഫെനുഗ്രീക്ക്, അതിൻ്റെ അപ്പുറത്ത് കാസിയ. ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസാണ് ഇതിൻ്റെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റ് മുഴുവൻ നമ്മുടെ ബോയിലറിൻ്റെ ഫ്യൂവലായിട്ട് പോകും. അപ്പോൾ ബോയിലറിന് വേറെ ഫ്യൂവൽ വേണ്ട. അപ്പോൾ വേസ്റ്റ് മാനേജ് ചെയ്ത മുഴുവൻ അങ്ങോട്ട് ഫ്യൂവലായിട്ട് പോയിട്ട് ബേൺ ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ സ്റ്റീം എടുക്കുന്നത്. ഇത് കാർബൺ ഡയോക്സൈഡ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ജിഞ്ചർ ഓയിലാണ്. മണക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം മറ്റേ പ്ലാന്റിലൊക്കെ നമ്മൾ കണ്ടത് എല്ലാം സോൾവെൻ്റ്, അതായത് എക്സൈനോ അല്ലെങ്കിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ അസറ്റോണോ ഒക്കെ വെച്ച് ചെയ്യുന്ന എക്സ്ട്രാക്ഷൻ നമ്മളവിടെ കണ്ടത്. ഇവിടെ മുഴുവൻ കാർബൺ ഡയോക്സൈഡ് വെച്ചുള്ള എക്സ്ട്രാക്ഷനാണ് ഈ പ്ലാന്റിനകത്ത്. എന്നുവെച്ചാൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ സോൾവൻസ് ഇല്ല. കാർബൺ ഡയോക്സൈഡ് ആക്ട്സ് ആസ് എ സോൾവൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് PPM ലെവലൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ വിൽക്കാൻ നേരത്തെ പ്രോഡക്റ്റിൻ്റെ PPM ലെവൽ നമുക്ക് നോക്കാം. ഈ പ്ലാന്റ് ഇവിടെ വരാനുള്ളൊരു കാരണം ഈ ബ്ലെൻഡിങ് മുഴുവൻ 20 പേര് വെച്ച് നമ്മൾ ചെയ്ത ബ്ലെൻഡിങ് ആയിരുന്നു. ആ 20 പേരിന്ന് ഇതൊരു ഭയങ്കര ഒരു കാരണം ഹ്യൂമൻ എറേഴ്സ് കൂടില്ല. ഞാൻ അത് കാരണമല്ല, ബൈ ചാൻസ് എനിക്ക് ജനീവയിലൊരു ഫാക്ടറി കാണാൻ ഇൻസൈഡ് പോകാനിടയായി. പെർഫ്യൂമറി കമ്പനിയാണ്. അവിടെ ഇങ്ങനെ ഈ റോബോട്ടാണ് എല്ലാം പോയി ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്തുകൊണ്ട് വന്ന് മിക്സ് ചെയ്യുന്നത്. അതേ ഫോർമാറ്റാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 20 പേരെന്നുള്ളത് 3 പേരേ ഉള്ളൂ ഈ പ്ലാന്റിൽ. പ്രിസിഷൻ, 0 എറർ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇത് ജിംനിമ ഡി എന്ന് പറയും. ഇത് ചക്കരക്കൊല്ലിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ഹോട്ട് സെല്ലിംഗ് ആണ്. എല്ലാ ദിവസവും ഒരു 1000 ബോട്ടിൽ വെച്ച് പോകുന്നുണ്ട്. ഇത് ഡയബറ്റിക് ഹൈലി കൺട്രോൾഡ് ആവും. ആ 4 ഇൻസുലിൻ എടുത്തവരൊക്കെ നിർത്തി ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്കായി. ഓൾ നാച്ചുറൽ സപ്ലിമെൻറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സിന്തറ്റിക് അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോകില്ല. കാരണം നാച്ചുറലായിട്ട് വരുന്ന റൂട്ട്സിൽ നിന്നും ലീവ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പൗഡർ ഫോം ആക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ്. ഈ സപ്ലിമെൻറ്റ്സ് US-ൽ $150 ബില്യൺ ബിസിനസ്സാണ്. ഇവിടെ അതിൻ്റെ 1% കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ആ 1% പോലും അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് വിൽക്കുന്നില്ല. അല്ല, ഒന്നാമത് ഒരുപാട് പേര് പറയുമല്ലോ ഇങ്ങനെ ആവശ്യമില്ല, വാങ്ങിച്ച് കഴിക്കരുത് അങ്ങനത്തെ. പക്ഷേ ബാക്കിയുള്ളവർ വിൽക്കുന്നതൊക്കെ പൗഡർ, അതായത് എല്ലാത്തിൻ്റെയും പൊടിച്ച് ഉള്ള പൗഡർ
ക്യാപ്സ്യൂളാക്കി കയറ്റി വിടുക. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഓക്കെ. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് അതിനെ പൗഡർ ഫോം ആക്കും. ബാക്കിയുള്ളവരാരും അത് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവരും കിട്ടുന്ന സാധനം പൊടിച്ച് നേരെ അതിനകത്ത് കയറ്റും. അപ്പോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഞങ്ങളുടെ കയ്യിലായിരിക്കും ഏറ്റവും ഹയസ്റ്റ്. ഈ ക്യാപ്സ്യൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇവിടെയാണ്. അവിടുന്ന് പൗഡർ വരും, ഇവിടെ വന്ന് ക്യാപ്സ്യൂൾസ് ഇവിടെ ലോഡ് ചെയ്യും, ഇത് ക്യാപ്സ്യൂൾ ഇവിടെ വീഴും, ഇത് പാക്കറ്റ്. ഇത് ഓട്ടോമാറ്റിക് ആക്കാൻ പോവുക, കംപ്ലീറ്റ് വൺ ലൈൻ ആക്കാൻ പോവുക. ഇതിനകത്ത് ജിഞ്ചറുണ്ട്, സിനമൺ ഉണ്ട്, ഡിക്കാലപ്സ് എന്ന് പറഞ്ഞുണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ കൊണ്ട് ഉണ്ടാക്കിയൊരു ഡ്രിങ്കാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് നമ്മുടെ ജിഞ്ചർ. ഇത് കട്ട്ലറ്റ് ബ്ലെൻഡാണ്. ഇത് കോൺസെൻട്രേറ്റ് കട്ട്ലറ്റ് ബ്ലെൻഡ്. ഇതുപോലെ ചിക്കൻ ടിക്ക, ബാർബിക്യൂ എല്ലാ ബ്ലെൻഡ്സും ഉണ്ട്. കറി ബ്ലെൻഡ്. അപ്പോൾ ഇതൊക്കെ കോൺസെൻട്രേറ്റഡാണ്. അപ്പം നമുക്ക് അത് കണ്ടമാനം ഉപയോഗിക്കേണ്ട, ചെറിയ തോതിൽ ഉപയോഗിച്ചാൽ മതി. ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇൻ എ പ്രോഡക്റ്റ് വിൽ ഗെറ്റ്. മറ്റേതൊക്കെ ഷെഫ് ഇങ്ങനെ ഇട്ട് അത് ബ്ലെൻഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇത് എല്ലാത്തിനും ലൈഫ് ടൈം ഒരു 5 years ഉണ്ട്. കാരണം ഇത് കോൺസെൻട്രേറ്റഡ് ഫോം ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് 2-3 ഡ്രോപ്പ് ഇട്ടാൽ മതി. കണ്ടമാനം പൊടിയും ഒക്കെ വിതറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ എല്ലാത്തിൻ്റെ കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർ കോൺസെൻട്രേറ്റഡ് കൺസിസ്റ്റൻറ്റ് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഒരു തവണ ഓപ്പൺ ചെയ്താലും 5 years തരുമോ? നോ പ്രോബ്ലം. ഇല്ല. ഓക്കെ. ഇവിടെ പൊമഗ്രനേറ്റിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എടുക്കാനുണ്ട്. പൊമഗ്രനേറ്റ് ഇല്ല, ഇത് സ്പിനാച്ചിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുക്കുകയാണ്. അത് ഇവിടുത്തെ ട്രയൽ കഴിയാതെ നമുക്ക് വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ് ഇറ്റ് ദാറ്റ് സൈഡ്. ഇത് മീറ്റ് സീസണിങ് ആണ്. ഇത് ഫ്രെറ്റലി പെക്കാരി എന്ന് പറഞ്ഞാൽ ജനോവയിൽ ഇറ്റലിയിലുള്ള ഒരു കസ്റ്റമർക്ക് പോകുന്നതാണ്. ആ ബ്ലെൻഡിൽ ആ റോബോട്ടിക് പ്ലാന്റ് ഇല്ലേ, അതിനകത്ത് വരുന്ന ബ്ലെൻഡാണ് ഇത് പോകുന്നത്. ഇത് ആ ഇറ്റലിക്ക് പോകേണ്ട കംപ്ലീറ്റ് കൺസൈൻമെൻറ്റാണ്. ഇത് ഫ്രാൻസിനുള്ള കാർഡമോയിൽ. ഇതെല്ലാം സിസ്റ്റമാറ്റിക് മുകളിൽ നിന്ന് ക്ലിയറൻസ് വന്നിട്ട് ആണ് ഇവിടുന്ന് പാക്ക് ചെയ്യാൻ കയറാൻ പറ്റത്തുള്ളൂ. ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകളാണ് ഇതിനകത്ത്. ഇത് ആംസ്റ്റർഡാമിലേക്ക് പോകാനുള്ളതാണ്. ഒളിവേഴ്സിൻ നട്ട്മെഗ്, ജാതിക്കയുടെ എക്സ്ട്രാക്റ്റ്. ഇത് പാപ്രിക്ക. ഇത് കളർ പോകാനുള്ളതാണ്. ഇത് ദുബായിക്ക് പോകാനുള്ളതാണ്. തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ കണ്ടെയ്നറുകളൊക്കെ കിട്ടാൻ വളരെ പാടായിരുന്നു. കഴിഞ്ഞ ഒരു 10-30 വർഷമായുള്ളൂ ഈ നല്ല കണ്ടെയ്നേഴ്സും നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് മെറ്റീരിയലും കിട്ടാൻ തുടങ്ങിയിട്ട്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഷോർട്ട് ഫോളാണ് ഫുഡ് ഗ്രേഡ് പാക്കിംഗ് മെറ്റീരിയൽ. പാക്കിംഗ് മെറ്റീരിയൽ കിട്ടും, പാക്കിംഗ് മെറ്റീരിയൽ കിട്ടിയിട്ട് കാര്യമില്ല, ഫുഡ് ഗ്രേഡ് കിട്ടണം നമുക്ക്. എന്ത് പ്രോഡക്റ്റ് സിന്തറ്റിക് ഉണ്ടാക്കിയാലും ഈ മെഷീൻസ് ക്ലിയർ ചെയ്യണം. അതായത് ഈ QC ആണ് ഫൈനൽ അതോറിറ്റി ഓഫ് ക്ലിയറിംഗ് ദ പ്രോഡക്റ്റ്. ഇവിടെ HPLC ഉണ്ട്, ഗ്യാസ് ഫോട്ടോഗ്രാഫ് ഉണ്ട്, പിന്നെ LCMS ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് പെസ്റ്റിസൈഡ്സ് കാണാനുള്ള സാധനമുണ്ട്. അപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ ക്യാരി ചെയ്യുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊരു പ്രചാരണമുണ്ട്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അങ്ങ് പരന്നിരിക്കുക. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഒരു ഫ്രഞ്ച് കമ്പനി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ വ്യവസായങ്ങളും സേവനങ്ങളും ഒക്കെ കേരളത്തിലേക്ക് വരണമെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടി നമ്മുടെ ആശയവിനിമയം നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ ആകണം എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം അത് അങ്ങനെ ഓപ്പൺ ആക്കാനായിട്ട് രാജീവ് മിനിസ്റ്റർ അദ്ദേഹത്തിനേക്കാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല മേഖലകളിലും, ഫോർ എക്സാമ്പിൾ IT, ഇലക്ട്രോണിക്സ്, ഇതൊക്കെയാണ് ഇനി കേരളത്തിന് പറ്റിയ ഇൻഡസ്ട്രി. അല്ലെങ്കിൽ ടൂറിസം,
ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ബിസിനസ് വരും. കേരളം സൗഹൃദമല്ലാന്ന് പറയുന്നതിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ബ്രെയിൻ പവർ. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് സ്റ്റുഡൻസ് ആണ്, ആൾക്കാരാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ് കേരളം. പക്ഷേ ആൾക്കാർ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചാൽ അത് ശരിയാവില്ല. കാരണം നമുക്ക് ഇപ്പോൾ എനിക്ക് ആന്ധ്രയിൽ ഫാക്ടറി ഉണ്ട്, കർണാടക ഫാക്ടറി ഉണ്ട്, അവിടെയൊക്കെ അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഒരിടത്ത് പ്രോബ്ലംസ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. രാജ്യങ്ങളിൽ പോയാലും ഞാൻ വിശ്വസിക്കില്ല. പല ഇപ്പോൾ ഞങ്ങൾക്ക് മെക്സിക്കോയിൽ ഫാക്ടറി ഉണ്ട്, ബ്രസീലിലുണ്ട്, ചൈനയിലുണ്ട്. എല്ലായിടത്തും ചെറിയ അതിൻ്റേതായ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ വ്യവസായങ്ങളെ നമ്മൾ പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് വ്യവസായങ്ങളെയും സേവനങ്ങളെയും ഒക്കെ കേരളത്തിലേക്ക് എത്തിക്കാൻ ഒരു പടി കൂടെ മുന്നോട്ട് വെക്കുക. ഒപ്പം തന്നെ സിന്തായിറ്റിൻ്റെ ആ സ്വപ്നങ്ങൾക്കെല്ലാം ചിറക് നൽകുക. ഒരുപാട് ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.